ഹായ് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നീതു എന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണേ. വൈകുന്നേരം എന്തൊക്കെയാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്നതെന്നുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ചിക്കൻ്റെ പണിയിലേക്ക് കടക്കാമെന്ന് കരുതി. ആദ്യം തന്നെ ഉള്ളി സവാളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം ചിക്കൻ പുറത്ത് കൊണ്ടുപോയി നന്നായിട്ട് കഴുകി. എത്ര കഴുകിയാലും അതൊന്നുകൂടെ കിച്ചണിൽ വന്ന ശേഷം ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ എനിക്കൊരു തൃപ്തി വരാറുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നുകൂടെയൊക്കെ കഴുകിയെടുത്തു, അടിപൊളിയാക്കി മാറ്റി വെച്ചു. അപ്പോൾ കല്യാണിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ ഞാൻ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ നേരം ഞാനതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വയ്ക്കും. അപ്പോൾ അത് നന്നായിട്ടിരിക്കും, പെട്ടെന്ന് അത് കേടാകത്തൊന്നുമില്ല. അപ്പോൾ ഞാനത് ഫ്രീസറിൽ വെച്ച ശേഷം ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തു. ഇതിപ്പോൾ ഞാൻ ഗരം മസാല പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കുകയാണ്. അപ്പോൾ ചൂടോടെ ഇത് പൊടിച്ചെടുക്കുന്നതാണ് എപ്പോഴും ചിക്കൻ കറിക്കൊരു ടേസ്റ്റ് നൽകുന്നത്. അതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും നമുക്ക് ആവശ്യമില്ല, ബാക്കി ഞാൻ ടിന്നിലടച്ച് മാറ്റി വയ്ക്കും. അതേ ജാറിൽ തന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി എടുത്തു. അതിനുശേഷം പൊടികളെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഈ ഗരം മസാലയും അതുപോലെ ഇപ്പോൾ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ ഒരു ചിക്കനിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചു. പിന്നെ ഞാൻ നേരെ പോയി ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് കരുതി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. വിളക്കൊക്കെ കൂടി തേച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ടിലുണ്ടായിരുന്ന കുറച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നേരെ ഞാൻ കുളിക്കാനായിട്ട് പോയി കേട്ടോ. ഇനി എന്ത് പണിയുണ്ടെങ്കിലും അതൊക്കെ കുളിച്ചതിന് ശേഷം സാധാരണ ഞാൻ വന്ന ഉടനെ കുളിക്കാറാണ് പതിവ്. ഇന്നിപ്പോൾ ചിക്കൻ്റെ പണി ഉണ്ടായിരുന്ന കാരണമാണ് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കുളിക്കാമെന്ന് കരുതിയത്. അപ്പം നമ്മുടെ മുകളിൽ നിന്ന് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണമായിരുന്നു, അതൊക്കെ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ നേരെ വന്നപ്പോഴേക്കും വിളക്ക് കത്തിക്കാൻ നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്ക് കത്തിച്ചു. കല്യാണിക്കുട്ടി ഈ സമയത്തിരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തണ്ണിമത്തനൊക്കെ എടുത്ത് അരിഞ്ഞു റെഡിയാക്കി അവൾക്ക് കൊടുത്തു. പിന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് ഗ്യാസ് കത്തിച്ചു. പാത്രം വെച്ചപ്പോഴാണ് ഞാൻ ആലോചിച്ചത് സവാള അരിഞ്ഞിട്ടില്ല എന്ന്. പിന്നെ അത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സവാള എല്ലാം അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ സവാള അരിയുമ്പോൾ ഫുൾ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് ഒരു പരുവാവാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ ആ സവാള ഫുള്ള് ഞാൻ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു. അധികം താമസിയാതെ തന്നെ ഫ്ലെയിമൊക്കെ കത്തിച്ചു, എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, വറ്റൽമുളകിട്ടു, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ സമയത്ത് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് വരുമല്ലോ, അതുകൊണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചിക്കൻ അല്ലേ ഇന്ന് വെക്കുന്നത്, അപ്പോൾ കുറച്ച് ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയാലോ. അങ്ങനെ ഞാൻ ഗോതമ്പ് മാവൊക്കെ എടുത്തിട്ടിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യുവാണ്. ചപ്പാത്തി വിഷ്ണുവിന് മാത്രം മതി, ചില സമയത്ത് കല്യാണിക്ക് വേണമെന്ന് പറയും. അപ്പം അവർക്ക് രണ്ടുപേർക്ക് മാത്രം കണക്കാക്കി കുറച്ച് മാവേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് നമ്മുടെ സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ മഞ്ഞൾപ്പൊടി ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാം നല്ലൊരു ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണം വരാറുണ്ട്. പിന്നെ ഞാൻ പൊടികളൊന്നും ഡയറക്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാറില്ല. എണ്ണ ഒഴിച്ചതിന് ശേഷം ആ എണ്ണയിൽ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കന് നല്ലൊരു കളർ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനൂടെ ഇതിലോട്ട് ഒഴിച്ച് കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തു അടച്ചു വെച്ചു. ഇപ്പോൾ ഇത് ചിക്കൻ്റെ ഇത് തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട്, അത്യാവശ്യം നല്ല കളറുണ്ട്. ആ ഗരം മസാലയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു മണമൊക്കെ കൂടെ വന്നിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം താമസിച്ചില്ല, ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ പരത്തി റെഡിയാക്കി. പിന്നെ അധികമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തതുമില്ല കേട്ടോ, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഞാൻ ഈ ചെറിയ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ എപ്പോഴും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് കല്യാണിക്കുട്ടിക്ക് അവളുടേതായിട്ടുള്ള കലാപരിപാടികളാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കി കളിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം ഒക്കെ ആയിട്ട് കൊടുത്തിട്ട് ഞാൻ അപ്പുറത്ത് നിന്ന് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കുറേ നേരം കളിച്ചു, മതിയാക്കി. പിന്നെ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു, ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അത്രയേ ഉള്ളൂ.